ഈ കണ്ണുപൊട്ടനാണ്, അപ്പൂപ്പനാണ്, നിനക്ക് അത് പറ്റില്ല, നിനക്ക് ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ഡീമോട്ടിവേറ്റ് ചെയ്യുക, ആ കുട്ടിയെ മാനസികമായിട്ട് മുറിവേൽപ്പിക്കുക, ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ആ കുട്ടി, ആ ഒരു വ്യക്തി അവിടെ തളർന്നു വീഴുക. അപ്പോൾ നമ്മളെക്കൊണ്ടും പറ്റും, നമ്മളെക്കൊണ്ടും പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമുക്കൊരു വൈകല്യം ഉണ്ടെങ്കിൽ ആ വൈകല്യത്തെ തോപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നേറണം. ഒരിക്കലും ആ വൈകല്യം, എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എനിക്കിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും തളർന്നിരിക്കരുത്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഡ്രീം ക്യാപ്ചറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ട്രാവൽ വീഡിയോയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടൻറ്റോ അല്ല. ഞാൻ ഇന്ന് എന്നെക്കുറിച്ച് തന്നെയാണ് നിങ്ങളെല്ലാവരോടും സംസാരിക്കാൻ പോകുന്നത്. ഞാൻ കടന്നു വന്ന, ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ആ ഒരു പ്രശ്നങ്ങളെ ഞാൻ പോസിറ്റീവാക്കി മാറ്റിയ രീതികൾ, പിന്നെ ഞാൻ എങ്ങനെ ഡ്രീം ക്യാപ്ചർ എന്ന ഈ ഒരു ചാനലിലേക്കും ഈ ഒരു വ്ളോഗിങ് രംഗത്തേക്കും കടന്നു വന്നു, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഒരുപക്ഷെ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ജീവിതം, ഞാൻ ഇതുവരെ കടന്നു വന്ന എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. 2001 ജൂൺ 6-ാം തീയതി ആയിരുന്നു ഞാൻ ജനിച്ചത്. അപ്പം ഞാൻ ജനിച്ചൊരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കണ്ണിൻ്റെ വെള്ള നിറം വീട്ടിൽ അവർ മനസ്സിലാക്കി. എൻ്റെ ഈ കണ്ണിൻ്റെ വെള്ള നിറം കണ്ട് അവർ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി, പല ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കും കൊണ്ടുപോയി. അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് അനുകൂലമായ മറുപടികൾ ഒന്നും കിട്ടിയില്ല. പിന്നെ കാര്യമ്പാടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ നിന്ന് അവിടുത്തെ ഡോക്ടറുടെ ഒരു റെഫറൻസ് ലെറ്ററും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു 5-ാം ദിവസമായപ്പോൾ, ഈ 2 മണിക്കൂർ കൊണ്ട് എന്നെ കൊണ്ടു നടന്നു പറയുമ്പോൾ അമ്മ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് അമ്മ വന്നിട്ടില്ല, അച്ഛനും വീട്ടിലുള്ള മറ്റാൾക്കാരും കൂടിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ 5-ാം ദിവസം മധുരയിലേക്ക് പോകുമ്പോൾ അന്ന് അമ്മയും അച്ഛനും പിന്നെ വീട്ടിലുള്ള 2-3 പേരും കൂടെ ബസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. അന്ന് അവിടെ പോയി. പക്ഷേ അന്ന് അവിടെ പ്രഗത്ഭനായിട്ടൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ശ്രീനിവാസൻ എന്നൊരു ഡോക്ടർ. പക്ഷേ ആ ഡോക്ടർ പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡോക്ടറും ആ ഒരു സമയം നമ്മളെ കൈയൊഴിയുന്നൊരവസ്ഥ. കാരണം ആ ഡോക്ടർ നിസ്സഹായനായിരുന്നു, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് മാനന്തവാടിയിലേക്ക് തന്നെ വന്നു. മാനന്തവാടിയിൽ നിന്ന് പിന്നെ ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റും ഹോമിയോ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് ഒരു 3 വയസ്സ് വരെ പോയി. ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കേട്ടുള്ളൊരു അറിവാണ് ഞാൻ ഇപ്പം ഇത്രയും നേരം നിങ്ങളോട് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു 3 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഏകദേശം ഒരു അറിവ് വെക്കാനായല്ലോ. പിന്നെ ഉള്ളതൊക്കെ ഒരു കുറച്ചേശ്ശെ ഓർമ്മയായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏകദേശം 2 വയസ്സുള്ള സമയത്ത് അച്ഛനൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു വയനാട്ടിൽ. അപ്പോൾ അന്നത്തെ കാലത്ത് നല്ല രീതിയിൽ തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നൊരു ഒരു സ്ഥാപനമായിരുന്നത്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ പെട്ടെന്ന് പല രീതിക്കും അത് ക്ലോസ് ആയി പോകുന്നൊരവസ്ഥ വന്നു. അന്നത്തെ കാലത്ത് ഞങ്ങൾക്കൊരു 540 ജീപ്പും ഒരു ബുള്ളറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ ഒരു കട അടഞ്ഞുപോയി. പിന്നെ പല രീതിയിലുള്ള കടങ്ങളൊക്കെ വന്നപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു. ആ ഒരു ജീപ്പും ആ ഒരു ബുള്ളറ്റ് ബൈക്കും ഒക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ അച്ഛൻ ബാംഗ്ലൂരേക്ക് പോയി. പിന്നെ ഞാനും അമ്മയും വയനാട്ടിൽ ഒറ്റയ്ക്കായി. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ അമ്മയുടെ വീട്ടിലായിരുന്നു നിന്നത്. കുറേ ഇടത്ത് നിന്ന് ഒരുപാട് പ്രഷർ അമ്മയ്ക്കാണെങ്കിലും വന്നു. പിന്നെ എനിക്കാണെങ്കിലും കുറേയേറെ മാറ്റി നിർത്തലുകൾ വന്നു മറ്റുള്ള കുട്ടികളിൽ നിന്ന്. അവർ മറ്റുള്ള കുട്ടികളെ പോലെ ഉള്ള ഒരു പരിഗണന തരാതെ ഒരു അകൽച്ച പോലെ, ഒരു അവഗണന പോലെ ആയിരുന്നു ആ സമയത്തൊക്കെ എന്നോട് പലരും പ്രവർത്തിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എറണാകുളത്തേക്ക് വരുന്നതും ഈ ടൈനി ടോട്സിൻ്റെ സംഭവങ്ങളും എല്ലാം നടക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ എൻ്റെ കണ്ണിന് അരവിന്ദ് ഐ ഹോസ്പിറ്റൽ മധുരയിൽ നിന്ന് ഒരു ഓപ്പറേഷൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വലത്തെ കണ്ണിൻ്റെ വെള്ള കുറച്ച് ചിരണ്ടി കളയുക ചെയ്തത്. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ഒരു സിസ്റ്റർ വന്നിട്ട് അച്ഛൻ്റെ ഇത് തന്നെ മേടിച്ചോണ്ട് പോന്നു. ആ സിസ്റ്ററിനെ തോർത്തിട്ടുകൊണ്ട് പോന്നു. പിന്നെ അവിടെ നിന്ന് അവരെന്നെ പിടിച്ചു വെച്ചതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2 കൈ ഇങ്ങനെ വെച്ച്, പിന്നെ കാലിലും പിടിച്ചു വെച്ച്. കാരണം എനിക്ക് ഈ കണ്ണിന് പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ആരെങ്കിലും നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ പറ്റില്ല.
ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ദന്ത ഹോസ്പിറ്റലിൽ പോയാൽ അവർ അതും ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല ഇത് എന്താ ചെയ്യുന്നത്, നമുക്കൊരു പിടിയില്ല. അപ്പം അന്നും അതെ ഇന്നും അതെ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയാണ്. പിന്നെ ആരിലൊക്കെ വെറുതെ പിടിച്ചു വെക്കുവാണെങ്കിൽ ഒരു ഭയം മനസ്സിൽ ഇന്നും കിടപ്പുണ്ട്. അപ്പോൾ അന്ന് ആ കണ്ണിൽ ആ വെള്ള ചുരണ്ടി കളഞ്ഞത് പിന്നെ എനിക്ക് കുറച്ച് കാഴ്ച എൻ്റെ വലത്തെ കണ്ണിന് കിട്ടി. പിന്നെ ഞാൻ അന്നും ഇന്നും വലത്തെ കണ്ണുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ സ്ത്രീധര്യം ഐ ഹോസ്പിറ്റൽ കൂട്ടാത്തോളം അവിടെ പോയി അവിടുന്ന് അവിടുത്തെ കുറേ കോഴ്സുകൾ എടുത്തു. 3-4 വർഷത്തോളം അവിടുത്തെ കോഴ്സുകൾ എടുത്തു. അവിടെ താമസിച്ചും അവിടുന്ന് മരുന്ന് മേടിച്ചുമൊക്കെ അവിടുത്തെ കോഴ്സുകൾ എടുത്തു. അതേപോലെ തന്നെ അതിനിടയ്ക്കൊക്കെ അരവിന്ദ് ഐ ഹോസ്പിറ്റലിലും പോയി റിവ്യൂ ഡോക്ടർമാരെ കാണുകയും അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിവ്യൂ എടുക്കുകയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ശ്രീധരത്തിലെ കോഴ്സും എടുക്കുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ഞരമ്പിനാണ് പ്രശ്നം എന്ന് അറിഞ്ഞു. കോർണിയൽ ഒബാസിറ്റി എന്നായിരുന്നു എൻ്റെ ആ ഒരു അസുഖത്തിൻ്റെ പേര്. പിന്നെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. സാധാരണ കുട്ടിയെന്നൊക്കെ പറഞ്ഞാൽ ഒരു 3 വയസ്സ് 3.5 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പ്ലേ സ്കൂളിലോ ഒക്കെ ആയിട്ട് ചേരും. പക്ഷേ എനിക്ക് അങ്ങനെ ചേരാൻ പറ്റിയില്ല. കാരണം വീട്ടിൽ അച്ഛനായാലും അമ്മയ്ക്കായാലും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ കണ്ണിൻ്റെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ സ്കൂളിൽ വിടാൻ അവർക്കൊരു പേടിയും അതേപോലെ തന്നെ വിഷമമൊക്കെ ആയിരുന്നു. ഇപ്പോൾ സ്വതവേ എൻ്റെ കാര്യം പറയുമ്പം എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, എന്ത് പറ്റി ബ്ലൈൻഡ് സ്കൂളിൽ വിട്ടുകൂടായിരുന്നോ, അല്ലെങ്കിൽ ഇതേപോലുള്ള കുട്ടികൾ പഠിപ്പിക്കുന്ന സ്കൂളുണ്ടല്ലോ അവിടെ വിട്ടുകൂടായിരുന്നോ മിക്ക ആൾക്കാരും ചോദിക്കും ഇങ്ങനെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ. പക്ഷേ അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മോനായതുകൊണ്ടും ഇങ്ങനൊരു പ്രശ്നമുള്ളത് കൊണ്ടും അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്നെ അങ്ങനെ മാറ്റി നിർത്താനോ മാറ്റി പഠിപ്പിക്കാനൊക്കെ അവർക്ക് ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നത് കൊണ്ട് പിന്നെ അതിന് ഞങ്ങൾ ശ്രമിച്ചില്ല. ഞങ്ങളല്ല, അവർ ശ്രമിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എറണാകുളത്തേക്ക് താമസം മാറ്റി. അപ്പോൾ അവിടെ ടൈനി ടോട്ട്സ് എന്ന് പറയുന്നൊരു പ്ലേ സ്കൂൾ ഒരു സംഭവമുണ്ട്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ടീച്ചറും കുട്ടികളൊക്കെ നല്ല കെയറിങ് ആയിരുന്നു. ആ ടീച്ചറാണ് സത്യം പറഞ്ഞാൽ ഈ ചെരുപ്പ് നമ്മൾ എവിടെയൊക്കെ പോയിട്ട് ചെരുപ്പിടുമ്പം ചെരുപ്പ് ഒതുക്കിയിടണം, പിന്നെ ചെരുപ്പ് നമ്മൾ കൃത്യമായ സ്ഥാനം കണ്ട് അവിടെ ഇടണം എന്നൊക്കെ ആ ടീച്ചറാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ പഠിപ്പിച്ചത്. അത് ഇന്നും ഞാനത് പാലിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എൻ്റെ ചെരുപ്പ് എനിക്ക് മനസ്സിലാക്കാൻ പാകത്തിനാണെങ്കിൽ പോലും ഞാനത് ഒതുക്കി മാറ്റിയിട്ടിട്ട് ഏതെങ്കിലും വീട്ടിലേക്കൊക്കെ ഇന്നും ഞാൻ കയറി പോകാറുള്ളൂ. അത് അന്ന് തൊട്ട് ടീച്ചർ പഠിപ്പിച്ചൊരു ചിട്ട ഇന്നും എനിക്കത് പാലിച്ച് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സ്കൂൾ ജീവിതം ആരംഭിക്കുകയാണ്. ആദ്യം പോയ സ്കൂള് LKG UKG ഒന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയുള്ള പ്രശ്നം ആരംഭിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു ടീച്ചർ വളരെ അപമര്യാദയായിട്ട് എന്നോട് പെരുമാറുകയുണ്ടായി. ടീച്ചർ ബാത്റൂമിലൊക്കെ പോകുമ്പം എന്നെ വിളിച്ചുകൊണ്ട് പോവുക, വാഷ് ബേസിൻ അവിടെ നിർത്തുക. പുള്ളിക്കാരി ഇറങ്ങി വരുമ്പം ഞാൻ പൈപ്പ് തുറന്നു കൊടുക്കണം, പിന്നെ തിരിച്ച് ഞാൻ തന്നെ അടയ്ക്കണം. ഞാൻ പോയില്ലെങ്കിൽ പിള്ളേരുടെ ഉപയോഗിച്ച് എന്നോട് വളരെ മോശമായി പെരുമാറുന്ന ഒരവസ്ഥയൊക്കെ ആ സമയത്ത് എന്നോടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 3ാം സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് 3rd സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 4th 5th വേറൊരു സ്കൂളിലേക്ക് പോയി. 4th സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. എന്നെ ആ സ്കൂളിൽ ആ ടീച്ചറും അവിടെ ഉണ്ടായിരുന്ന ഹെഡ് മിസ്റ്റേഴ്സും എല്ലാം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തു. അതേപോലെ തന്നെ 5th ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിള്ളേരുടെ ഭാഗത്തു നിന്ന് പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്, എന്നാലും വലിയ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് 6ാം ക്ലാസ്സിലേക്ക് വന്നപ്പം അവിടെ ഉണ്ടായിരുന്ന ടീച്ചർ എന്നോട് പറഞ്ഞു, ഇവിടെ പഠിക്കണ്ട, ബ്ലൈൻഡ് സ്കൂളിൽ പൊയ്ക്കോ, അതാ നല്ലത്, ഇവിടെ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചാണ് ആലുവ അന്ധവിദ്യാലയത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഞാനൊരിക്കലും ആ ടീച്ചറെ കുറ്റം പറയില്ല. ആ ടീച്ചർ ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആലുവ അന്ധവിദ്യാലയത്തിൽ എത്തിപ്പെട്ടത്. അങ്ങനെ ആലുവ അന്ധവിദ്യാലയത്തിൽ 2 വർഷം വീട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തം കാറിൽ ഡ്രൈവറെ വെച്ചിട്ടാണ് ഞാൻ 2 വർഷം പോയിക്കൊണ്ടിരുന്നത്. കാരണം എന്നെ ഹോസ്റ്റലിൽ നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെ മാറ്റി നിർത്താനോ എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചിരുന്നില്ല. ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ പോയി വരികയോ ചെയ്തത്. ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും നമ്മളോട് ഭയങ്കര ഒരു സപ്പോർട്ടിങ് ആയിരുന്നു, നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ ആസ്വദിച്ചിട്ടുള്ളത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ. അത് കഴിഞ്ഞിട്ടും ഉണ്ട്. പക്ഷേ ഏറ്റവും ആദ്യം ഞാൻ അവിടെ നിന്നാണ് ഏറ്റവും നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ആസ്വദിക്കുന്നത്. അവിടെയുള്ള ടീച്ചേഴ്സ് ആയാലും സാറുമാരായാലും ഇന്ന് ഞങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു
മാനസികമായ വിഷമം വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ടീച്ചർമാർ ആരിലൊക്കെ വിളിക്കും, അവരോട് കാര്യങ്ങൾ പറയും, സാറുമാരെ വിളിക്കും, അവരോട് കാര്യങ്ങൾ പറയും. അപ്പോൾ അവരവരുടേതായ ഉപദേശങ്ങൾ തരും, ഞാനത് സദയം സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറൊരു സ്കൂളിൽ പോയി ചേർന്നു. പക്ഷെ അവിടെ നിന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല. കുട്ടികളുടെ ഭാഗത്താണെങ്കിൽ ഭയങ്കര പ്രശ്നം, എന്നെ ഉപദ്രവിക്കുക, കണ്ണുപൊട്ടാന്ന് വിളിക്കുക, അങ്ങനെ മാനസികമായിട്ട് ശരിക്കും എന്നെ തളർത്തുന്ന ഒരു അവസ്ഥയായിരുന്നു. ടീച്ചർമാർ പോലും ആ സമയത്തൊന്നും എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഒരു ജനലിൻ്റെ പടിയിലിരിക്കുമായിരുന്നു. ആ സമയം 2 കുട്ടികൾ അവിടെ സംസാരിക്കുന്നത് കണ്ടു. ഒരാൾ വേഗം വന്നിട്ട് എൻ്റെ ഈ ഒരു വലത്തെ ഷോൾഡറിനിട്ട് ഇടിച്ചു. അങ്ങനെ ഈ ലിഗമെൻറ്റ് ഫ്രാക്ചറായി. അങ്ങനെ ഒരു 3-4 മാസത്തോളം ഞാൻ വീട്ടിലിരുന്ന് പോയി. പിന്നെ 9ാം ക്ലാസ്സിൽ തന്നെ വീണ്ടും ഞാൻ അവിടെ പോയി. പക്ഷേ അവരുടെ ആ ഒരു പ്രഷർ കാരണം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഭയങ്കരമായിട്ട് മാനസികമായിട്ട് എന്നെ തളർത്തുന്ന ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് പോന്നു. NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ, NIOSൽ 9ാം ക്ലാസ് സ്കിപ്പ് ചെയ്ത് 10ലേക്ക് കയറി. അവിടെ നിന്ന് ആണ് ഞാൻ സ്മൃതി സ്പെഷ്യൽ സ്കൂൾ എന്ന സ്കൂളിലേക്ക് എത്തിപ്പെടുന്നത്. അവിടെയുള്ള ടീച്ചേഴ്സ് ആയാലും പിള്ളേരായാലും നല്ല സപ്പോർട്ടിംഗ് ആണ്. അവിടെ തന്നെ അതായത് സ്പെഷ്യൽ പ്രശ്നങ്ങളുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. ഓട്ടിസം അങ്ങനെയുള്ള പല ഡിസബിലിറ്റീസും ഉള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. എങ്കിലും അവരിലൊരാളായി എന്നെ കണ്ട് എന്നെ ഇന്നും നല്ല സ്നേഹത്തോടെയാണ് എല്ലാവരും കാണുന്നത്. കുട്ടികളായാലും ടീച്ചേഴ്സായാലും എല്ലാം ഇന്നും എന്നോട് നല്ല സ്നേഹമാണ്, കെയറിങ്ങുമാണ്. അങ്ങനെ ആയിരുന്നു എൻ്റെ സ്കൂൾ ലൈഫ്. അപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് പ്രശ്നം, സ്കൂളിൽ നിന്ന് പ്രശ്നം, അതല്ലാതെ നമ്മളേതെങ്കിലും മോളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഈ കണ്ണ് കാണുമ്പോഴേക്കും ഇങ്ങനെ തുറിച്ച് നോക്കുക. അതേപോലെ തന്നെ കുത്തിയുള്ള സംസാരം, ഇതെത്രയാ, അവിടെ ഒരു മഞ്ഞ ബോർഡുണ്ട്, അത് കാണാവോ, അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കി അവിടെ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്, അത് കാണാവോ, അല്ലെങ്കിൽ ഇത് വായിക്കാൻ പറ്റുമോ, എത്ര കുഞ്ഞക്ഷരങ്ങളൊക്കെ വായിക്കാം, എത്ര വലിയ അക്ഷരങ്ങളൊക്കെ വായിക്കാം. ഇങ്ങനെ നമ്മളെ ശരിക്കും കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരവസ്ഥ. നമ്മളോട് സാധാരണ ഒരു രീതിയിലും കണ്ണിന് കാഴ്ചക്കുറവുണ്ടല്ലേ, ട്രീറ്റ്മെൻ്റ് ഉണ്ടോ, ഇപ്പം എത്ര ദൂരം വരെ കാണാം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ. ഇത് ഇങ്ങനെ നമ്മളെ ഒരുമാതിരി കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പൊതുസമൂഹത്തിൽ നിന്നാലും സ്കൂളിൽ നിന്നാലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ കുടുംബങ്ങളിൽ നിന്നാണെങ്കിലും പല അവസ്ഥകളും നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. മറ്റു കുട്ടികളിൽ നിന്നും എന്നെ മാറ്റി നിർത്തുക, മറ്റു കുട്ടികൾക്ക് എന്നെ കഴിഞ്ഞ് കൂടുതൽ സ്ഥാനം കൊടുക്കുക, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ശരിക്കും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ശരിക്കും ഭയങ്കര മുറിവേറ്റിട്ടുണ്ട്. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി. അച്ഛനും അമ്മയും ഒക്കെ ആ സമയത്തൊക്കെ എന്നെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു, എൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. പക്ഷേ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ഞാൻ പോയി. ഒരു വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാനത് ഒരു വലിയ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടായി. എനിക്ക് ആരോടും മിണ്ടാൻ പറ്റുന്നില്ല, ഫോണ് വന്നു കഴിഞ്ഞാൽ ടെൻഷൻ, അതേപോലെ തന്നെ ആരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ആരോടെങ്കിലും സംസാരിക്കുമ്പോഴത്തേക്കും ഭയങ്കര വിഷമം. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വന്നു, എനിക്കും എന്തെങ്കിലുമൊക്കെ പറ്റും, എന്നെക്കൊണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ആ ഒരു ചിന്ത വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിനടുത്ത് ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, സാബു. അങ്കിളിന് ഒരു ഗുഡ്സ് വണ്ടി ഉണ്ടായിരുന്നു, ഒരു ഓട്ടോറിക്ഷ. അപ്പം ഞാൻ അങ്ങനെ ഈ ഒരു തളർന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് അങ്കിള് എന്നെ വണ്ടിയിൽ കയറ്റി ഒറ്റയ്ക്ക് ഉള്ള സമയത്ത്, ഞങ്ങൾ ഒറ്റയ്ക്കുള്ള സമയത്ത് ഓട്ടത്തിന് എന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ കൊണ്ടുപോകായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും അങ്കിൾ എനിക്ക് ഒരുപാട് മോട്ടിവേഷണൽ ആയിട്ടുള്ള, ഇൻസ്പിറേഷൻ ആയിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു തരും. വഴി കാണുന്ന പല കാര്യങ്ങളും ഉദാഹരണമായിട്ട് പറഞ്ഞു തരും. അല്ലാതെ പല കഥകളും അങ്കിൾ ഭയങ്കര വായിക്കുന്ന ആളാണ്. അപ്പം ബുക്കിൽ നിന്നൊക്കെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു തരും. അങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു ധൈര്യം പകർന്നു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വിജനമായ ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വെച്ച് എനിക്ക് അങ്കിൾ വാഹനം തരും ഓടിക്കാൻ. അങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ അതും എൻ്റെ മനസ്സിലൊരു ധൈര്യമായി. എനിക്ക് പരിമിതികളുണ്ട്, പക്ഷേ എനിക്ക് പറ്റും, എന്നെക്കൊണ്ട് പറ്റാത്തതായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റാത്തതായിട്ട് പരിമിതി ആയാലും ഒന്നുമില്ല എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. അതേപോലെ തന്നെ എൻ്റെ അമ്മയുടെ ഒരു കസിനുണ്ട്, ഷൈജു അങ്കിളും എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്തു തന്നിട്ടുണ്ട്. ഇന്നും അങ്കിൾ എനിക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അങ്കിളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്കിൾ ഇന്നും മോട്ടിവേഷണലായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം അങ്കിളും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദിനചര്യ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ എടുക്കണം, പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചറിഞ്ഞാൽ എങ്ങനെ മാറ്റി നിർത്താം,
അങ്ങനെയുള്ള പലതും അങ്കിൾ എനിക്ക് പറഞ്ഞു തന്ന് എന്നെ മോട്ടിവേഷൻ എനിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ടും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. പിന്നെ എൻ്റേതായൊരു വ്യക്തിത്വം, വ്യക്തിമുദ്ര തെളിയിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ഈ വീഡിയോ നല്ല ഇതിനു മുമ്പുള്ള പല വീഡിയോസ് ഷൂട്ട് ചെയ്തിരുന്നത് എൻ്റെ ഫോണിലാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ക്യാമറ മേടിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കണ്ണിന് ട്രീറ്റ്മെൻറ്റ്, അത് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സാങ്കേതികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹം. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും നെഗറ്റീവ് ആകാനോ ആരെങ്കിലും സങ്കടപ്പെടാനോ വിഷമിക്കാനോ ഒന്നുമല്ല. ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ പോസിറ്റീവ് ആകാനാണ്. കാരണം എന്നെ കേൾക്കുന്നവർ പലരും ഉണ്ടാവും. ടീച്ചേഴ്സ് ഉണ്ടാവാം, സ്റ്റുഡൻസ് ഉണ്ടാവാം, അതേപോലെ തന്നെ പാരൻസ് ഉണ്ടാവാം, പാരൻസ് ആകാൻ വേണ്ടി പോകുന്നവരുണ്ടാകാം. അങ്ങനെ എല്ലാവരോടും കൂടെ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പൊതുസമൂഹത്തിലുള്ള എല്ലാവരും ഉണ്ട്. അങ്ങനെ എല്ലാവരോടും കൂടെ ഞാൻ പറയുന്നത്. ഇപ്പം ഒരു വൈകല്യമുള്ളൊരു കുട്ടി, ഒരു ഭിന്നശേഷിയുള്ളൊരു കുട്ടി, അത് എന്തും ആയിക്കോട്ടെ, കാലിനോ കൈക്കോ അല്ലെങ്കിൽ കണ്ണിനോ എന്ത് പ്രശ്നം ആയിക്കോട്ടെ, ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടി അർഹിക്കുന്ന ഒരു പരിഗണന ആ കുട്ടിക്ക് നൽകണം. ഒരിക്കലും സഹതപിക്കണം അല്ലെങ്കിൽ സിമ്പതി വേണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ആ കുട്ടി അർഹിക്കുന്ന ഒരു പരിഗണന ഉണ്ടാവും, അത് ആ കുട്ടിക്ക് നൽകണം. അതേപോലെ തന്നെ സഹപാഠികളാണെങ്കിലും നിങ്ങളിൽ ഒരാളായി കണ്ട് ആ കുട്ടിയെ സ്നേഹിക്കണം. ആ കുട്ടിക്ക് ഭയങ്കര പരിഗണന കൊടുക്കണമെന്നോ ആ കുട്ടിക്ക് ഭയങ്കര സ്നേഹം കൊടുക്കണമെന്നോ ഒന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യുക. ഒരിക്കലും ആ കുട്ടി ദേഹോപദ്രവം ഏൽപ്പിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ വൈകല്യത്തെ പറ്റി, ഇപ്പം നീ വെറും പൊട്ടനാണ്, നീ വെറും മന്ദബുദ്ധിയാണ്, അല്ലെങ്കിൽ നിന്റെ കാലിന് അതില്ല, നീ മുടന്തനാണ്, അല്ലെങ്കിൽ നീ കണ്ണുപൊട്ടനാണ്, അപ്പൂപ്പനാണ്, നിനക്ക് അത് പറ്റില്ല, നിനക്ക് ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ഡീമോട്ടിവേറ്റ് ചെയ്യുക, ആ കുട്ടിയെ മാനസികമായിട്ട് മുറിവേൽപ്പിക്കുക, ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ആ കുട്ടി, ആ ഒരു വ്യക്തി അവിടെ തളർന്നു വീഴുകയാണ് നമ്മുടെ ഓരോ വാക്കിലും. അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. കാരണം ആ വ്യക്തിക്ക് അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഒരുപാട് തളർച്ചയിലേക്ക് ആ വ്യക്തിയെ ആ ഒരു അവസ്ഥകളൊക്കെ കൊണ്ടെത്തിക്കും. പിന്നെ ഞാൻ ഇത്രയും പിടിച്ചതെന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു മോട്ടിവേഷൻ, പിന്നെ അവർ തമ്മിലുള്ള ആ ഒരു അടുപ്പം, അവർ തമ്മിലുള്ള ആ സ്നേഹം, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും തമ്മിൽ ചർച്ച ചെയ്ത് അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അതേപോലെ തന്നെ ഞാൻ എവിടെയെങ്കിലും വീണു പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നെ പിടിച്ചുയർത്തും. ഇപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ആണെങ്കിൽ അച്ഛൻ പറയും, ഇപ്പം ഒരു 10 പേര് നമ്മുടെ കണ്ണിനെ പറ്റി ചോദിക്കും, അല്ലെങ്കിൽ നമ്മളോട് കളിയാക്കി സംസാരിക്കും. ഒരു 5 പേരാണ് നമ്മൾ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പോസിറ്റീവ് ആവാലോ, അല്ലെങ്കിൽ ഒരു 9 പേരാണെങ്കിൽ അങ്ങനെ നമുക്ക് പോസിറ്റീവ് ആവാലോ എന്ന് അച്ഛൻ എന്നോട് എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും തളർന്നു വീഴുന്നു തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ അച്ഛനായാലും അമ്മയായാലും എന്നെ പിടിച്ചു നിർത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളെക്കൊണ്ടും പറ്റും, നമ്മളെക്കൊണ്ടും പറ്റാത്തായിട്ട് ഒന്നുമില്ല. നമുക്കൊരു വൈകല്യം ഉണ്ടെങ്കിൽ ആ വൈകല്യത്തെ തോപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നേറണം. ഒരിക്കലും ആ വൈകല്യം എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, എനിക്കിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും തളർന്നിരിക്കരുത്. നമ്മളെ പലരും ഉപേക്ഷിക്കും, പലരും നമ്മളെ തള്ളിക്കളയും. പക്ഷേ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ഉയർച്ചയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളെ തള്ളിക്കളഞ്ഞവരും നമ്മളെ കുറ്റപ്പെടുത്തിയവരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും, നമ്മളെ ചേർത്ത് പിടിക്കും. ബൈബിളിൽ പറയുന്നുണ്ട്, തള്ളിക്കളയുന്ന കല്ല് മൂലകല്ലായി മാറുന്നു. ശരിക്കും അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നമ്മളെ തള്ളിക്കളഞ്ഞവരും നമ്മൾ ഉപേക്ഷിച്ചവരൊക്കെ ഒരു കാലത്ത് നമ്മൾ കുറച്ചൊന്ന് ഉയർച്ചയിലും കുറച്ചൊന്ന് നമ്മുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച് കഴിയുമ്പോൾ, നമ്മുടേതായ കഴിവ് തെളിയിച്ച് കഴിയുമ്പോൾ, നമ്മളെ തള്ളിപ്പറഞ്ഞവരും നമ്മളെ കുറ്റപ്പെടുത്തിയവരൊക്കെ നമ്മളെ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിക്കും. ആ ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ ലൈഫിൽ നേരിട്ട് കണ്ട് അനുഭവിച്ചതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായൊരു അവസ്ഥയാണ് ഇപ്പോൾ അത്. അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് പാരൻസിനോടും പറയാനുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെന്ന് മനസ്സിലാക്കി ഒരു മുറിയിൽ പൂട്ടിയിടുകയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് ഇറക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുകയായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇന്ന് നിങ്ങൾ കാണുന്ന ഈ സെറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സോഫയിൽ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കില്ല. അതിനെന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത് ഇത്രയൊക്കെ എത്തിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എത്തിയത്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക, പരമാവധി മുന്നോട്ട് വരാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും. ഇപ്പം അച്ഛനമ്മയായാലും എൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അത് പരിപോഷിപ്പിക്കാൻ വേണ്ടി അവരെ കൊണ്ട് വരുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇല്ലായ്മയിൽ നിന്നും പലതും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ഒരു നിലയിൽ എത്തിയത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ആരും അറിയപ്പെടാതെ പോയേനെ, ഒരു മുറിയിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ ഒതുങ്ങിപ്പോയേനെ. അങ്ങനെ ഒതുങ്ങിപ്പോകേണ്ടതല്ല എന്ന് എന്നെ മനസ്സിലാക്കിയത് എൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ
അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ടീച്ചേഴ്സിനോടും എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഇപ്പോൾ വൈകല്യങ്ങളുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് ഭയങ്കര സിമ്പതി കൊടുക്കണമെന്നോ മറ്റുള്ള കുട്ടികളെ കഴിഞ്ഞ് കെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. അവരർഹിക്കുന്ന ഒരു പരിഗണന, അർഹിക്കുന്ന ഒരു കെയറിങ് അത് കൊടുത്ത് അവരെ സഹായിക്കണം. മറ്റു കുട്ടികൾ ഉപദ്രവിക്കുമ്പോൾ ആ കുട്ടികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു ഒരു മനസ്സ് എല്ലാവരും ഒന്ന് കാണിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ. ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ കേട്ടറിവും പിന്നെ എൻ്റെ ജീവിതവും ഒക്കെ വെച്ചിട്ടാണ്. ഇനി ഞാൻ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ ഭാഗം പറഞ്ഞതൊക്കെ ചിലപ്പോൾ അവർക്ക് അവരുടേതായ ഒരു രീതിയിൽ പറയാനുണ്ടാവും. അത് കേൾക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇട്ടാൽ മതി. ഞാൻ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞത് അവരുടേതായ രീതിക്ക് അവർ പറയും. അത് നിങ്ങൾക്ക് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാനത് കമൻ്റായിട്ട് നിങ്ങൾ ഇടുവാണ്, ഞാനത് അവർ പറഞ്ഞോളൂ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന് ശുഭപ്രതീക്ഷയോട് കൂടി നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ജയ്ബിൻ സനിങ്ങോട്ട്.